നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ കൃത്യം ഒരു വർഷം മാത്രം അവശേഷിക്കെ സിൽവർ ലൈൻ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാനാണ് പിണറായി സർക്കാർ ഇപ്പോൾ നോക്കുന്നത്. അതിനുവേണ്ടി ഇതാ മെട്രോമാൻ ശ്രീധരന്റെ കാല് പിടിക്കാനും പിണറായി വിജയൻ ഇതാ തയ്യാറായി നിൽക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പാതയ്ക്ക് ബദൽ സാധ്യതകൾ കേരളം ഇപ്പോൾ തേടുകയാണ്. സ്വന്തം നിലയ്ക്ക് റെയിൽവേ പാത എന്ന ആശയവും കേരളത്തിന്റെ ആലോചനയിലുണ്ട്. പക്ഷേ റെയിൽവേ വകുപ്പും കേരളയും തമ്മിൽ ഇന്നലെ ഒരു ചർച്ചയിൽ പൊരിഞ്ഞ അടിയാണ് ഉണ്ടായത്. സിൽവർ ലൈനിൽ പുതിയ നീക്കവുമായി കേരളം മുന്നിട്ടിറങ്ങുന്നത് വ്യക്തമായ തന്ത്രങ്ങളിലൂടെയാണ്. ശ്രീധരന്റെ നിർദ്ദേശവുമായി കേന്ദ്രം റെയിൽവേ മന്ത്രിയെ കാണും. പക്ഷെ അത് നടക്കാനും പോകുന്നില്ല. കാരണം ശ്രീധരന് BJPയുടെ മോദിയുടെ വലം കൈയാണ്. അതുകൊണ്ട് തന്നെ മോദി പറയാതെ കേരളത്തിൽ ശ്രീധരൻ ഒരു ട്രാക്ക് പോലും ഇവിടെ ഇല്ല. മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് കൂടിക്കാഴ്ച നടത്തുക. തൂണുകളിലും തുരങ്കങ്ങളിലൂടെയും പോകുന്ന പാതയാണ് ശ്രീധരന്റെ നിർദ്ദേശം. സിൽവർ ലൈനിൽ കേരളവും കേന്ദ്രവും യോജിപ്പിനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. സമവായമുണ്ടാക്കാനായി കേരളവുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായ രൂക്ഷമായ തർക്കം ഇതിന്റെ സൂചനയാണ്. ഡിസംബർ 6-ന് ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും റെയിൽ അധികൃതരും നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സിൽ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാണ്. റെയിൽവേയുമായി ബന്ധിപ്പിച്ച് മാത്രമേ സിൽവർ ലൈൻ നടപ്പാക്കാനാവൂ എന്നാണ് റെയിൽവേയുടെ നിലപാട്. എന്നാൽ ഇത് കേരളം അംഗീകരിക്കില്ല. ഈ സാഹചര്യത്തിലാണ് ശ്രീധരനെ മുന്നിൽ നിർത്തിയുള്ള കേരളത്തിന്റെ പുതിയ നീക്കം. കൊച്ചി മെട്രോ മോഡലിൽ കേരളമാകെ വ്യാപിക്കുന്ന ബദൽ വേഗ റെയിൽ പാതയാണ് ലക്ഷ്യമിടുന്നത്. മെട്രോമാനായ ശ്രീധരന്റെ അനുകൂല നിലപാടും സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ്. കേരളത്തിന് സാങ്കേതിക പിന്തുണ അറിയിച്ച ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സജീവമായി പരിഗണിക്കുന്നുണ്ട്. BJPക്കായി മത്സരിച്ച ശ്രീധരനെ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനാണ് പിണറായിയുടെ ശ്രമമെങ്കിലും അത് ശ്രീധരൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുക തന്നെ ചെയ്യും. ഒട്ടേറെ പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ശ്രീധരന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദോഷകരമാകുന്ന ഒരു പദ്ധതിയും ശ്രീധരന്റെ കയ്യിൽ നിന്നും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് താരതമ്യേന കുറവ് ഭൂമി ഏറ്റെടുക്കുന്ന വിധത്തിലാണ് ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പാത. കാരണം പിണറായി വിജയൻ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ശ്രീധരൻ ഒരു പദ്ധതി കേരളത്തിന് വേണ്ടി തരാം എന്ന രീതിയിലേക്ക് എൻ്റെ ഒരു ഐഡിയ ശ്രീധരൻ കൊടുക്കുന്നത്. കൂടുതലും തുരങ്കങ്ങളിലൂടെയും തൂണുകളിലൂടെയുമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 1 ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നതെങ്കിലും റെയിൽവേയുടെ 3-4 പാതകൾക്ക് സാധ്യ പഠനം നടക്കുന്നുണ്ടെങ്കിലും വളവ് നികത്തി വേഗം കൂട്ടുക പ്രായോഗികമല്ല. ഗുഡ്സ് പാസഞ്ചർ ട്രെയിനുകൾ ഒരേ ട്രാക്കിലേക്ക് ഓടിക്കുന്നത് അപകട സാധ്യത ഉണ്ടെന്നും ശ്രീധരൻ പറയുന്നു. അതിവേഗ റെയിൽ പാതയിൽ വന്ദേ ഭാരത് തീവണ്ടികൾ അടക്കം ഓടിക്കണമെന്നാണ് റെയിൽവേയുടെ നിലപാട്. ഇതിനുവേണ്ടി പാത ബ്രോഡ് ഗേജ് ആക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതിനെ ശ്രീധരന്റെ അഭിപ്രായങ്ങൾ ചർച്ചയാക്കുന്നതിലൂടെ പൊളിക്കാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. പ്രധാനമന്ത്രി മോദിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രീധരനെ മുന്നിൽ നിർത്തുന്നതോടെ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തുന്നെങ്കിലും ആ തന്ത്രങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒട്ടേറെ തവണ ശ്രീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല കളികളും കളിച്ചു. പക്ഷേ ഒന്നും തന്നെ അവിടെ ഡൽഹിയിലെ അതിർത്തിയിൽ പോലും എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ റെയിൽവേ മന്ത്രിയും മോദിയും കൂടെ അതിനെ ചുരുട്ടിയെടുത്ത് കളയുകയാണ് പതിവ്. സിൽവർ ലൈനിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെന്ന് കേരളത്തിന്റെ പ്രത്യേകതാ പ്രതിനിധി KV തോമസ് പറഞ്ഞു. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ശേഷം സമയം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 6-ന് ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും റെയിൽ അധികൃതർ നടത്തിയ ചർച്ചയിൽ മിനിറ്റ്സ് പ്രതിസന്ധി ആയം വർദ്ധിക്കുന്നതാണ്. എന്തായാലും റെയിലുമായി ബന്ധപ്പെട്ട് കൂടുതലൊരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി നടത്താനാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരു നീക്കം നടക്കുന്നത്. എങ്ങനെയായാലും മന്ത്രിസഭ അവസാനിക്കുന്നതിന് മുന്നേ, അതായത് സർക്കാർ കാലാവധി തീരുന്നതിന് മുന്നേ റെയിലിന്റെ പണികൾ തുടങ്ങണമെന്ന് തന്നെയാണ് പിണറായിയുടെ ലക്ഷ്യം. എന്തായാലും അത് നടക്കില്ല. കാരണം റെയിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കമുണ്ട്. ഒട്ടനവധി വീടുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊക്കെ വന്നാൽ തന്നെ ആളുകൾക്ക് ഒരു കുടിയൊഴിപ്പിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. അവർക്ക് വീട് വച്ചു കൊടുക്കേണ്ട സ്ഥലങ്ങൾ വരും. ഇതൊന്നും തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ തന്നെ ഖജനാവിൽ ധനമന്ത്രി അടക്കം ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയിൽ റെയിലിന്റെ ആവശ്യം ജനങ്ങൾക്ക് പോലും ആവശ്യമില്ല. റെയിൽവേ ട്രെയിനുണ്ട്, വന്ദേ ഭാരത് ഉണ്ട്, നമോ ഭാരത് ഇതാ വരുന്നു. പിന്നെ എന്തിനാണ് റെയിൽ എന്ന
ഒരു വേണ്ടാത്ത ഒരു പദ്ധതിയും കൂടി കേരളത്തിന്റെ തലയിലേക്ക്, കേരള ജനതയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.